ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മൈ ബോയ്ഫ്രണ്ട് അറൈവ്ഡ്. ഒരു ലവ് സ്റ്റാർട്ട് ചെയ്താൽ എന്താ? ഇവൻ കോടീശ്വരനാ. ആ ഇരിപ്പ് കണ്ടാൽ തന്നെ ആരും പ്രേമിച്ചു പോകും. എന്താടോ? എന്താണെന്നോ? എന്ത് മര്യാദയായിട്ട് ഡ്രൈവിംഗാ നിങ്ങളെ? ഞാൻ എന്ത് ചെയ്തു? അത് ശരി, ഇപ്പൊ വാദി പ്രതിയായോ? നീ റോങ് സൈഡ് അല്ലടി വന്നേ. മൈൻഡ് യുവർ വേർഡ്സ്. നീ എന്ന് നിന്റെ വീട്ടിൽ പോയി നിന്റെ അമ്മയോ പെങ്ങളെ വിളിക്ക്. എടി, മര്യാദക്ക് സംസാരിച്ചില്ലെങ്കിലേ പെണ്ണാണെന്ന കാര്യം ഞാൻ മറക്കും. നീ എന്ത് ചെയ്യൂടാ? എനിക്ക് അതൊന്ന് കാണണമല്ലോ. എന്താടി? എന്താ പ്രശ്നം? റൂള് തെറ്റിച്ച് വണ്ടി ഓടിച്ചിട്ട് അത് ചോദിച്ചവനെ വെല്ലുവിളിക്കുന്നു. ഓച്ചേ, ഓരോ അവളുമാരും കാറും എടുത്തോണ്ട് ഇറങ്ങിക്കോളും. പെണ്ണുങ്ങൾക്ക് എന്തു ആവാമല്ലോ. എന്റെ ബൈക്കിൽ വന്ന് ഇപ്പൊ ഇവളെ കാർ ഇടിച്ചേനെ. ഇടിച്ചിട്ട് എവളുമാരെ പാട്ടിനങ്ങ് പോവും. ആര് ചോദിക്കേ? അതെ, ഗ്രൂപ്പ് ചേർന്ന് അറ്റാക്ക് ചെയ്യാൻ നോക്കല്ലേ. ഞാൻ പോലീസിനെ വിളിക്കുവേ. വിളിക്കടി, നീ വിളിക്ക്, നമുക്ക് കാണാലോ. എന്താണ് പ്രശ്നം? മാറി എന്താ പ്രശ്നം? എന്താ സാന്ദ്ര പ്രശ്നം? ഈ ലേഡി കാറുമായിട്ട് റോങ് സൈഡ് കയറി വന്നു. എന്റെ ബൈക്കിൽ ഇപ്പൊ കാറ് തട്ടിയേനെ. ഞാനിപ്പോ ചത്തേനെ. അത് ചോദിച്ചപ്പോ ഇവിടെ നിന്ന് ന്യായം പറയുന്ന കണ്ടില്ലേ? നോക്ക്, എന്റെ കാർ റോങ് സൈഡിലാണോ കിടക്കുന്നത്? ഇയാള് മനഃപൂർവ്വം എന്നോട് വന്ന് വഴക്കുണ്ടാക്കുന്ന. അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരും. എന്താടാ, നീയൊന്നും സ്ത്രീകളെ വെറുതെ വിടില്ലേ? നീയൊക്കെ ആരാടാ ഇവിടത്തെ? നാട്ടുപ്രമാണിയോ അതോ ഗുണ്ടകളോ? നിങ്ങൾ കാര്യം അറിയാതെയാണ് സംസാരിക്കുന്നത്. കാര്യമൊക്കെ എനിക്ക് അറിയാടാ. സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോ നിനക്കൊക്കെ ഉണ്ടാവുന്ന രോഗ അതാ എനിക്ക് മനസ്സിലാവാത്തത്. പോടാ പോവാ നോക്ക്. എല്ലാരും പോ. പോലീസ് വന്നാ കളി മാറും. സ്ത്രീ പീഡന വകുപ്പ് എത്ര കൊല്ലം ജയിലിൽ കിടക്കുന്ന അറിയാലോ. ഇതിന്റെ ഇടയിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ നീ ആരോടാ? ഐജിയോ? അല്ലടാ, DGP. നിന്നെ തെരുവിൽ വന്ന് പെണ്ണുങ്ങൾ അപമാനിച്ചിട്ട് വിളയുന്നോടാ. ഓടിച്ച് പൊല്ലെ ഞാൻ പൊഴിക്കും, കേട്ടോ? സർ, വേണ്ട. പബ്ലിക് ആയിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കണ്ട. വേണ്ട. പോ. എല്ലാരും പോ. ചെല്ല് സ്ഥലം വിട്ടോ. അവന്റെ ഒരു ഗുണ്ടാവിളയാട്ടോ. കുറെ സദാചാര പോലീസ് വന്നിരിക്കുന്നു. പോടാ. സാന്ദ്ര വയ്ക്കോളൂ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാറ് വന്നില്ലായിരുന്നെങ്കിൽ. ഓക്കെ, നന്ദി പറച്ചിലിന്റെ ആവശ്യമൊന്നുമില്ല. പെൺകുട്ടികൾക്കേ ഇവിടെ ഒരു പേടിയും കൂടാതെ വഴി നടക്കണം. അതിനുള്ള ഒരു നിയമ സംവിധാന ഇനി ഇവിടെ ഉണ്ടാവേണ്ടത്. സാന്ദ്ര വയ്ക്കോളൂ. സാന്ദ്ര പോയിട്ട് ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. ചെല്ല് സാന്ദ്ര. ശരി സർ. ചെല്ല്. ഓ പിന്നെ ഞാൻ എന്താ ഈ കേക്കുന്നേ? രാജു, നമുക്കൊന്നും എടുക്കാനില്ലല്ലോ? ഇല്ല മാഡം. ഇന്ന് അമ്മമ്മയുടെ ചക്കരയ്ക്ക് എന്താ കൊണ്ടുവരണ്ടേ? ഇന്ന് ഐഷുവിന്റെ ഫ്രൂട്ട്സ് ഞാൻ കൊണ്ടുവരാം. രാധമേ, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി മോളെ. രാജു, പോ. മോളെ.
രാജു പോവാം. ഡാ, ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? എന്തോന്ന്? എടാ മിഥുനെ വിടലേ. എടാ, അവര് തമ്മിലുള്ള നാടകം കളി എങ്ങനെയുണ്ടെന്ന്. അവര് നാടകമോ കഥാപ്രസംഗമോ മിമിക്രിയോ എന്ത് വേണേലും കളിച്ചോട്ടെ. അതിന് നിങ്ങൾക്ക് എന്താ കുഴപ്പം? എടാ, ഇതൊക്കെ സന്തോഷമുള്ള കാര്യമല്ലേ? അതുകൊണ്ടല്ലേ നിന്നോട് ഞാൻ പങ്കുവച്ചത്. ദേ, എന്റെ ഭാര്യയുടെ കുടുംബത്തിൽ പലതും നടക്കും. അതിലൊക്കെ കയറി ഇടങ്ങൂലിടാൻ നിങ്ങളെ ആരും ക്ഷണിച്ചിട്ടില്ല. ആവശ്യമില്ലാതെ ഇവിടെ ചുറ്റിക്കറങ്ങി കുടുംബം കലക്കാൻ നോക്കിയ മകനായ ഞാൻ നിങ്ങളുടെ മുമ്പിലെ ഒരു കാട്ടാളനായി മാറും. ഓർമ്മിച്ചോ? അല്ലെങ്കിൽ നീ ഒരു കാട്ടാളനാണല്ലോ. ഓ, മക്കളുണ്ടാവുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവണം. My boyfriend arrived. ഒരു ലവ് സ്റ്റാർട്ട് ചെയ്താൽ എന്താ? ഇവൻ കോടീശ്വരനാ. ആ ഇരിപ്പ് കണ്ടാൽ തന്നെ ആരും പ്രേമിച്ചു പോകും. ഇവൾക്കിനിയും വേറെ വല്ല കാമുകനുണ്ടോ? ഇത്രയും സുന്ദരിയായ ഒരുത്തിക്ക് കാമുകൻ ഇല്ലാതിരിക്കാൻ വഴിയില്ല. ഇനി ഉണ്ടെങ്കിൽ അവന്മാരുമായിട്ട് എനിക്ക് അടികൂടേണ്ടി വരുമല്ലോ. എക്സ്ക്യൂസ് മീ സാന്ദ്ര. ഞാൻ ആ ഫയലിന്റെ കാര്യത്തിന്. അയ്യോ സോറി സർ, ഞാനത് 1 മണിക്കൂറിനുള്ളിൽ തരാം. സാറിനൊന്ന് വെയിറ്റ് ചെയ്യാമോ? ആ സാന്ദ്ര, സാന്ദ്ര, യു ആർ വെരി വെരി ബ്യൂട്ടിഫുൾ. അല്ല, സിംഗിൾ ആണോ? അതെ. വേറെ അഫെയർ ഒന്നുമില്ലല്ലോ? ഇല്ല. സാന്ദ്ര ഒന്ന് നിന്നേ. ഇറ്റ്സ് ഫോർ യു. ഇതെന്റെ ഹൃദയം.